മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാജ്യം എന്നും ഒരു സമസ്യയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കും ഇസ്രയേലിന്റെ സൈനിക ഭീഷണികൾക്കും ഇടയിൽ സ്വന്തം അസ്തിത്വം കാത്തുസൂക്ഷിക്കാൻ പോരാടുന്ന ഒരു രാജ്യം. ഈ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇസ്ഫഹാനിലെയും നെതൻസിലെയും ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ. ശത്രുവിന്റെ മിസൈലുകൾ പതിച്ച് തകർന്നടിഞ്ഞ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ ഇറാൻ തിരിച്ചുവരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ ചിത്രങ്ങൾ. എന്നാൽ ഇതിനെ വെറും പുനർനിർമ്മാണമല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന രഹസ്യ ആണവ മുന്നേറ്റം എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും വിശേഷിപ്പിക്കുന്നത്. ഇറാനിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന കടുത്ത സംഘർഷമാണ് നടന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങൾ ലോകത്തെ യുദ്ധഭീതിയുടെ നിഴലിലാക്കി. ബങ്കർ തകർക്കുന്ന ബോംബുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇറാന്റെ അഭിമാനമായ നെതൻസിലെയും ഇസ്ഫഹാനിലെയും കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നു. എന്നാൽ ആ നാശനഷ്ടങ്ങളിൽ തകർന്നു പോകാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പകരത്തിന് പകരം എന്നോണം ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തി. ആ മുറിവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ അറകളിലേക്ക് മാറ്റാൻ അത്യാധുനികമായ മേൽക്കൂരകൾ പണിയാനുമാണ് ടെഹ്റാൻ പിന്നീട് ശ്രമിച്ചത്. ശത്രുക്കൾ തകർത്തെന്ന് കരുതി ഇടത്തു നിന്നും അതിവേഗം പുതിയ നിർമ്മാണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പരിശോധനകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏക ആശ്രയം ഉപഗ്രഹ നിരീക്ഷണമായി മാറി. ഈ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്ത വിവരങ്ങൾ ഇപ്രകാരമാണ്. ജൂൺ 13 ആക്രമണത്തിന് മുകൾ ഭാഗം തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലെ ഡിസംബറോടെ പുതിയ മേൽക്കൂരകൾ പണിതു കഴിഞ്ഞു. ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ തകർന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും സുരക്ഷാ പരിശോധനകൾ നടത്താനുമുള്ള താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമാണിതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇത് ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സാറ്റലൈറ്റുകളിൽ നിന്ന് മറയ്ക്കാനുള്ള തന്ത്രമാണെന്ന് പാശ്ചാത്യ വിദഗ്ധർ ആരോപിക്കുന്നു. സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ഫഹാനിൽ തകർന്ന ഘടകങ്ങൾക്ക് മുകളിൽ കോൺക്രീറ്റ് കവചങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സമീപത്തെ തുരങ്കങ്ങൾ മണ്ണിട്ട് മൂടുകയും ചിലത് അത്യാധുനികമായി ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ഒരു ആക്രമണത്തെ കൂടി പ്രതിരോധിക്കാനുള്ള ഇറാന്റെ തയ്യാറെടുപ്പാണ്. അമേരിക്കൻ ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ നീക്കങ്ങൾ വലിയ ഗൂഢാലോചനയായാണ് കാണുന്നത്. ഇറാൻ രഹസ്യമായ ആണവായുധം നിർമ്മിക്കുകയാണെന്നും അന്താരാഷ്ട്ര പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ മേൽക്കൂരകൾ പണിയുന്നതെന്നും അവർ വാദിക്കുന്നു. എന്നാൽ ഇതിനെതിരെ ഇറാൻ ഉയർത്തുന്ന ചോദ്യം ലളിതവും എന്നാൽ ശക്തവുമാണ്. ആക്രമണത്തിനിരയായ ഒരു രാജ്യം തന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തുറന്നിടണം. ബോംബ് ആക്രമണങ്ങൾ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ ശാസ്ത്ര കേന്ദ്രങ്ങളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് ഏതൊരു രാജ്യത്തിന്റെയും മൗലിക അവകാശമാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. പാശ്ചാത്യ തിങ്ക് ടാങ്കുകൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇറാനെ നിരന്തരം സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് ഇറാൻ അനുകൂല നിരീക്ഷകർ കരുതുന്നു. ഇറാൻ എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഊർജ്ജ ഉൽപ്പാദനത്തിനും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും മാത്രമാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് അവർ പറയുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ 2003 മുൻപുള്ള കണക്കുകൾ നിരത്തി ഇറാനെ വിശ്വസിക്കാൻ തയ്യാറല്ല. പലപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളും IAEA നിബന്ധനകളും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ആയുധമായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്നത് രഹസ്യമായിരിക്കുമ്പോഴും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികളെ പോലും കുറ്റകരമായി ചിത്രീകരിക്കുന്നത് നീതിയുക്തമല്ലെന്ന വാദമാണ് ഇവിടെ ഉയരുന്നത്. ആക്രമണത്തിനിടെ ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ശാസ്ത്രീയ കേന്ദ്രങ്ങൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ തോതിൽ അവഗണിക്കുകയായിരുന്നു. ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുമ്പോഴും വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കും സമീപമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും ലോകം പുലർത്തുന്ന മൗനമാണ് ഇറാനെ കൂടുതൽ കരുത്തുള്ള പ്രതിരോധ കോട്ടകൾ പണിയാൻ പ്രേരിപ്പിക്കുന്നത്. തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാൻ മറ്റാരെയും കാത്തു നിൽക്കേണ്ടതില്ലെന്നും സ്വന്തം കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് പോംവഴിയെന്നും ഇറാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രം ആശ്രയിച്ച് ഒരു രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും എത്രത്തോളം ശരിയാണ്? തകർന്നൊരു വീട് നന്നാക്കുന്നതും പുതിയ മേൽക്കൂര പണിയുന്നതും എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമായി മാറുന്നത്? അന്താരാഷ്ട്ര നിയമങ്ങളും പരമാധികാരവും മാനിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ആക്രമണത്തിനിരയായ രാജ്യത്തിന്റെ സുരക്ഷാ നടപടികളെ കുറ്റകരമാക്കുന്നത് നീതിയുക്തമല്ല. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. സമാധാനം എന്നത് ആയുധം കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നാണോ? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേൽക്കൂരകൾ വെറും ഷീറ്റുകളല്ല, മറിച്ച് ശത്രുവിന്റെ കണ്ണുകളിൽ നിന്ന് തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാനുള്ള ഉരുക്ക് മതിലുകൾ തന്നെയാണ്. ഇറാനിൽ ഇന്ന് കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാന്റെ അതിജീവനത്തിന്റെ പ്രതീകമാണ്. എത്ര മിസൈലുകൾ വന്നു പതിച്ചാലും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് അവർ തെളിയിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ രഹസ്യ നീക്കം എന്ന് വിളിച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്തോടെ തന്റെ ഭൂഗർഭ കോട്ടകൾ വികസിപ്പിക്കുകയാണ്. അവസാന വിശകലനത്തിൽ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു തരുന്നത് ഒരു രാജ്യത്തിന്റെ വീണ്ടെടുപ്പാണ്. രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾക്കും സൈനിക നീക്കങ്ങൾക്കും അപ്പുറം തങ്ങളുടെ മണ്ണും തങ്ങളുടെ അറിവും സംരക്ഷിക്കാൻ ഏതൊരു ജനതയും സ്വീകരിക്കുന്ന സ്വാഭാവികമായ പ്രതിരോധമാണിത്. അന്താരാഷ്ട്ര സമൂഹം ഈ വസ്തുത അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം മധ്യപൂർവേഷ്യയിലെ ഈ നിഴൽ യുദ്ധം കൂടുതൽ സങ്കീർണമായി തുടരുക തന്നെ ചെയ്യും.